عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ 41-ാമത്തെ ആയത്തിന്റെ വിശദീകരണങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കപ്പൽ സഞ്ചാരം എന്ന് പറയുന്നത് അത് മഹാ അത്ഭുതമാണ്. മഹാ അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതങ്ങളിൽപ്പെട്ട വലിയ അത്ഭുതം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ആ ഒരു അവതീർണം, ആ കപ്പൽ സഞ്ചാരത്തെ കുറിച്ച്, കപ്പലിന്റെ നിയന്ത്രണത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പ്രതിപാദിച്ചത് കേട്ടുകഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകും. പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു അധ്യായത്തിൽ കപ്പൽ സഞ്ചാരത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഇങ്ങനെയാണ്: അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅ്മത്തില്ലാഹ് ലിയുരിയകും മിൻ ആയാതിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, നബിയെ അങ്ങ് കാണുന്നില്ലേ, അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹർ, തീർച്ചയായിട്ടും കപ്പൽ അത് കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബിനിഅ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കൊണ്ട് മാത്രം, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കൊണ്ട് മാത്രമാണ് ആ കപ്പൽ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലിയുരിയക്കും, അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു കപ്പലിനെ നിർമ്മിക്കുകയും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ തുടങ്ങി ഇന്ന് കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് രൂപകൾ മുടക്കിയിട്ട് വലിയ കെട്ടിട സമാനമായ കപ്പലുകൾ നിർമ്മിച്ചുണ്ടാക്കി ഓരോ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തുമാറ് ഇന്ന് കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, അതിൽ യുരിയകും മിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. യുരിയകും, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അന്ന ഫീ ദാലിക, നിശ്ചയമായും ആ കപ്പൽ നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ ആ കപ്പലിന്റെ സഞ്ചാരത്തിൽ നിങ്ങൾക്കുണ്ട് ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. നന്ദിബോധമുള്ള, ക്ഷമാശീലരായ മുഴുവൻ ആളുകൾക്കും ആ വിഷയത്തിൽ വലിയ ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ നമ്മൾ പറഞ്ഞു, സൂറത്ത് യാസീനിൽ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മൂന്നാമത് പറഞ്ഞതാണ് ഈ കപ്പലിനെ സംബന്ധിച്ച്, കപ്പലിന്റെ സഞ്ചാരത്തെ സംബന്ധിച്ച്. ഇവിടെ ആദ്യ 2 വട്ടവും പ്രതിപാദിച്ചത് എങ്ങനെയാണ്? ആയത്തുൽ ലഹുമുൽ അർളു, അവർക്ക് ഭൂമി ദൃഷ്ടാന്തമാണ്. വആയത്തുൽ ലഹുമുൽ ലൈലു എന്നാണ് അവിടെയും പറഞ്ഞത്, രാത്രി അവർക്ക് ദൃഷ്ടാന്തമാണ്. വആയത്തുൽ ലഹുമുൽ അർളു വആയത്തുൽ ലഹുമുൽ ലൈലു. എങ്കിൽ അല്ലാഹു തആലയ്ക്ക് കപ്പലിന്റെ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് വആയത്തുൽ ലഹുമുൽ ഫുൽകു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വആയത്തുൽ ലഹുമുൽ ഫുൽകു എന്ന് പറഞ്ഞില്ല, മറിച്ച് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് വആയത്തുൽ ലഹും
അന്നാ ഹമൽനാ എന്നാണ് പറഞ്ഞത്. കപ്പൽ അവർക്ക് വലിയ ദൃഷ്ടാന്തമാണ് എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. എന്തേ കപ്പൽ അവർക്ക് വലിയ ദൃഷ്ടാന്തമാണെന്ന് പറയാത്തത്? ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ്, രാത്രി അവർക്ക് ദൃഷ്ടാന്തമാണ്, രാപ്പകലുകൾ ദൃഷ്ടാന്തമാണ്, സമയത്തിന്റെ മാറ്റങ്ങൾ, സൂര്യ ഉദയം അസ്തമയം, നക്ഷത്രങ്ങൾ, ചന്ദ്രന്റെ ആ പ്രകാശം, ഇതൊക്കെ വലിയ മാറ്റമാണ്, വലിയ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞതുപോലെ കപ്പൽ അവർക്ക് വലിയ ദൃഷ്ടാന്തമാണെന്ന് പറയാതെ അവരെ നാം സഞ്ചരിപ്പിച്ചു, അവരെ ഞാൻ യാത്ര ചെയ്യിപ്പിച്ചു കപ്പലിൽ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. കാരണം ഭൂമി പോലെ ആകാശം പോലെ സ്വയം ദൃഷ്ടാന്തമല്ല എന്ത് കപ്പൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഭൂമിയും ആകാശവും രാത്രിയുമൊക്കെ അത് സ്വന്തമായി തന്നെ എന്ത് ചെയ്യും? മനുഷ്യർക്കിടയിൽ വലിയ ദൃഷ്ടാന്തമുണ്ടാക്കും. നമ്മൾ രാപ്പകലുകൾ ഉണ്ടാകുന്നത് കാണുന്നു, സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നു, സൂര്യൻ ഉദിക്കുന്നത് കാണുന്നു, രാത്രിയും പകലും നമ്മൾ ആസ്വദിക്കുന്നു. അത് നേരിട്ട് തന്നെ അത് ആസ്വദിച്ചറിഞ്ഞതിന്റെ ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ കപ്പലെന്താ? തടിയും അതുപോലെ തന്നെ കുറെ മിഷനുകളൊക്കെ വെച്ച് കടുപ്പിച്ചുണ്ടാക്കുന്ന വെറുമൊരു യന്ത്രം. അത് വെറുതെ നിർമ്മിച്ചുണ്ടാക്കി ഭൂമിയിൽ വെച്ചത് കൊണ്ടൊരു ദൃഷ്ടാന്തമായില്ലത്. കപ്പലിപ്പോൾ കപ്പലുണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടാക്കി നിർമ്മിച്ച് തടി കൊണ്ടോ അല്ലെങ്കിൽ വലിയ 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 മെഷീനുകൾ ഘടിപ്പിച്ച് കപ്പലുണ്ടാക്കി വെച്ചത് കൊണ്ട് അതിൽ ദൃഷ്ടാന്തമില്ല. കപ്പലിന്റെ സഞ്ചാരത്തിലാണ് ദൃഷ്ടാന്തം, കപ്പലിന്റെ സഞ്ചാരത്തിലാണ് ദൃഷ്ടാന്തം. അതുകൊണ്ട് ഭൂമിയുടെ നിലനിൽപ്പും ഭൂമിയുടെ നിലനിൽപ്പുകളും അതുപോലെ തന്നെ അതിന്റെ മനോഹാരിതയും പ്രകാശത്തിന്റെ സഞ്ചാരവുമൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി മനസ്സിലാക്കുന്നത് പോലെ കപ്പൽ അത് സഞ്ചാരത്തിലാണ് നമുക്കതിന്റെ ദൃഷ്ടാന്തം മനസ്സിലാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല അവിടെ അതിനെ കൊണ്ട് ഞാൻ സഞ്ചരിപ്പിച്ചു, കപ്പലിൽ ഞാൻ സഞ്ചരിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതിലാണ് ദൃഷ്ടാന്തമുള്ളത്. ആ കപ്പലിന്റെ സഞ്ചാരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ദൃഷ്ടാന്തമാണ്. വീണ്ടും പരിശുദ്ധമായ ഖുർആനുകൾ നോക്കിയാൽ അതിന്റെ ആയത്തുകളിൽ പലതും ഇത്യാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.